ചാമ്പ്യന്മാർ കപ്പ് നിലനിർത്തിയ ചരിത്രം വളരെ അപൂർവമാണ്. അങ്ങനെ ഒരു അപൂർവ അവസരം അർജന്റീനയ്ക്ക് മുമ്പിൽ ശേഷിക്കുന്നു ഇപ്പോഴും ഈ ക്വാർട്ടർ വരെ. അങ്ങനെ 2 വേൾഡ് ക്ലാസ് ടീമുകളോട് മത്സരിച്ച് ജയിച്ച് അല്ലെങ്കിൽ അവരോട് ടൈയെ പിടിച്ച് അത്രയും വാശിയേറിയ പോരാട്ടം കഴിഞ്ഞാണ് മൊറോക്കോ ഇങ്ങോട്ട് വരുന്നത്. 2008 യൂറോ സ്പെയിൻ അടിക്കുന്നു, 2010 അവർ വേൾഡ് കപ്പ് അടിക്കുന്നു, 2024 അവർ യൂറോ അടിച്ചു, 2025 അല്ല 26 അവരുടെ വേൾഡ് കപ്പാണോ. മിഡ്ഫീൽഡിൽ ഇവർ കളി പിടിച്ചിരുന്നു. നമുക്കന്നറിയാം, ടിക്കിട്ടാക്ക ശൈലി തന്നെ ഉണ്ടാക്കി ടീമുകൾ ഇങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് കാലിൽ നിന്ന് പന്തൊന്ന് കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു ടീമുകളെ നമ്മൾ കണ്ടറിയല്ലോ. ആ ശൈലി തന്നെ മാറി. രസകരമായ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു പോരാട്ടത്തിലൂടെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. ടോട്ടൽ നോർവേ ഇംഗ്ലണ്ട്, കെയ്ൻ ഹാലൻഡ്. ശരിക്കും അതായിരിക്കും ആ പോരാട്ടത്തിൻ്റെ ഒരു ഹൈലൈറ്റ്. എനിക്കൊരു ക്യാപ്റ്റൻ എങ്ങനെ കളിക്കണമെന്ന് കെയ്ൻ അന്ന് തെളിയിച്ചു. പുറകോട്ട് ഇറങ്ങുന്നു, അവിടുന്ന് പന്ത് പിടിക്കുന്നു, മുന്നോട്ടെത്തുന്നു, എന്നിട്ട് ഏറ്റവും നിർണായകമായ ഗോൾ. ഇതും കൂടി നേടാൻ സാധിച്ചാൽ മെസ്സിയുടെ കരിയർ ശരിക്കും പൂർണ്ണമായി. നമ്മളിപ്പം ചോദിക്കും, മെസ്സിക്ക് ഇനി എന്താണ് നേടാനുള്ളത്? എല്ലാം നേടിക്കഴിഞ്ഞില്ലേ? ഇല്ല. ഈ ബാക്ക് ടു ബാക്ക് ലോകകപ്പ് എന്ന് പറഞ്ഞ സാധനം കൂടെ നേടിക്കഴിഞ്ഞാൽ സമ്പൂർണ്ണ അവതാരമായിട്ട് മെസ്സി മാറും. ഇത് കാലം ആർക്കൊപ്പം നിൽക്കും നമുക്കറിയില്ല. മാർഡോണയുടെ ചതിക്കൊപ്പമാണോ അല്ലെങ്കിൽ ആ കാൽപന്ത് കളിയുടെ സൗന്ദര്യത്തിനൊപ്പമാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഞാനൊട്ട് നോക്കുന്ന ഒരു ഫൈനലല്ല, ആ ഒരു സെമിക്ക് വേണ്ടിയിട്ടാണ്. 22 ലോകകപ്പുകളിൽ ഇതുവരെ 8 രാജ്യങ്ങളെ കപ്പടിച്ചിട്ടുള്ളൂ. അതും ലാറ്റിൻ അമേരിക്കയും യൂറോപ്പും കൈമാറി വെക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് മെസ്സി ഒരു ബാക്ക് ടു ബാക്ക് കപ്പടിക്കുമോ, അല്ലെങ്കിൽ ഒരു 9ാമൻ അവതരിക്കുമോ? അങ്ങനെ കണ്ട് ലോകകപ്പ് അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. എണ്ണി ടീമുകളുടെ എണ്ണം 8ആയി. 48 തുടങ്ങിയതാണ് നമ്മൾ, അതിപ്പോൾ 8ആയി. ഇനി അങ്ങോട്ട് അത് 4ആയി, 2ആയി, 1ആവും. നമ്മൾ അതിനുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ ഇനി 4 പോരാട്ടങ്ങളാണ് ക്വാർട്ടറിലുള്ളത്. ഫ്രാൻസ് മൊറോക്കോയെ നേരിടുന്നു, സ്പെയിൻ ബെൽജിയത്തെ നേരിടുന്നു, നോർവേ ഇംഗ്ലണ്ടിനെ, അർജന്റീന സ്വിറ്റ്സർലാൻഡ്. ഈ ടീമുകളുടെ ക്വാർട്ടറിലെ ഒരു സാധ്യതകൾ എങ്ങനെയാണ്? അവരെങ്ങനെ വന്ന വഴികൾ എങ്ങനെയാണെന്ന് ഒന്ന് പറയാൻ പറ്റും? അപ്പോൾ നമ്മൾ ഈ ലോകകപ്പിൽ BK പറഞ്ഞ പോലെ അതിൻ്റെ ഏറ്റവും ത്രില്ലിംഗ് മുഹൂർത്തങ്ങൾ പലത് പിന്നിട്ട് ഇനി അതിലും വലിയ ത്രില്ലിംഗ് മാച്ചുകൾക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു സമയമാണ്. ഇപ്പോൾ ആദ്യമായിട്ട് ഈ 48 ടീമുകളുടെ ഒരു ശ്രേണി ഉള്ള ഒരു വേൾഡ് കപ്പ് വരുന്നു. പക്ഷേ അതിൽ നമ്മൾ തീർത്തും പ്രതീക്ഷ ചില ടീമുകൾ തുടക്കത്തിൽ എന്താ പറയുക അടിതെറ്റുന്നു, അപ്രതീക്ഷ ചില അട്ടിമറികൾ കാണുന്നു. അതിൽ ഈ അവസാനത്തെ 8 ടീമിലേക്ക് നമ്മൾ വരുമ്പം ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നതിൽ ഏകദേശം 7 ഗ്രൂപ്പുകളിൽ നിന്നും ഓരോ ടീമുകൾ ഈ ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഗ്രൂപ്പ് ഐയിൽ നിന്ന് 2 ടീമുകൾ, ഫ്രാൻസും നോർവേയും 2 ടീമുകളാണ്. അപ്പം ബാക്കി 5 ഗ്രൂപ്പുകളിൽ നിന്ന് ആർക്കും കടക്കാൻ പറ്റില്ല. അതിൽ തന്നെ അവിടുന്ന് പിന്നെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വേൾഡ് കപ്പ് ആദ്യമായിട്ട് 10 ടീമുകൾ റൗണ്ട് 32 ആഫ്രിക്കയിൽ നിന്ന് 10 ടീമുകൾ ക്വാളിഫൈ ചെയ്തു. പക്ഷേ നമ്മൾ ആ റൗണ്ട് 32 പ്രീ ക്വാർട്ടറും കടന്ന് ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ ഒരൊറ്റ ടീമായിട്ട് അത് ചുരുങ്ങി. ശേഷിക്കുന്ന 6-7 ടീം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 6 എണ്ണവും യൂറോപ്യൻ രാജ്യങ്ങൾ, ഒരൊറ്റ ലാറ്റിൻ അമേരിക്കൻ കൺട്രി. അപ്പം യൂറോപ്പ് ഇത്തവണ ലോകകപ്പ് അടിക്കുമോ, ലാറ്റിൻ അമേരിക്ക അടിക്കുമോ, അതോ ഇനി ഒരു ആഫ്രിക്കൻ കറുത്ത കുതിരകളായി മൊറോക്കോ മാറുമോ എന്ന് മാത്രം ഒരു കൗതുകത്തിലേക്ക് അതിൻ്റെ സ്വപ്നങ്ങൾ ചുരുങ്ങുകയാണ്. പക്ഷേ അവിടെയും നമ്മൾ തീരുന്നില്ല. ഈ വേൾഡ് കപ്പിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേപ്പ് വെർദെയാണ്. നമ്മൾ പറയേണ്ട കാര്യമില്ല. ഒരു മത്സരം പോലും തോൽക്കാതെ ഗ്രൂപ്പ് ഘട്ടം പിന്നിട്ട് അർജന്റീന പോലൊരു ടീമിനെതിരെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ചെറുത്തുനിൽപ്പിനോടുകൂടി എന്താ പറയുക വീരോചിതമായി കീഴടങ്ങിയ ഒരു ടീം. അങ്ങനെ പിന്നെ ഒരു നല്ല പോരാട്ടം നമ്മൾ ഈജിപ്ത് അർജന്റീനയ്ക്ക് കൊടുക്കുന്ന കണ്ടു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് നമുക്ക് പറയാവുന്നത് ജർമ്മനിയുടെ റൗണ്ട് 32 വീഴ്ച, അതുപോലെ ക്രൊയേഷ്യ, പോർച്ചുഗൽ, ഇതൊക്കെ പ്രീ ക്വാർട്ടറിൽ തന്നെ വീണു പോകും. റൗണ്ട് 32 പ്രീ ക്വാർട്ടർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 1994 ശേഷം ആദ്യമായി ബ്രസീൽ ക്വാർട്ടറിൽ പോലും എത്താതെ പുറത്താവുന്നു. ശരിക്കും ഈ ലോകകപ്പിൽ ഏറ്റവും വലിയ അട്ടിമറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർവേ ബ്രസീലിനെ അട്ടിമറിച്ചാണ്. പിന്നെ 4 ലോക കിരീടങ്ങൾ നേടിയ ജർമ്മനി നമുക്കറിയാം റൗണ്ട് 32 പാരഗ്വേയ്ക്ക് മുമ്പിൽ വീഴുന്നു. അങ്ങനെ അതുപോലെ തന്നെ നെതർലൻഡ്സ് എക്കാലവും ലോക ഫുട്ബോളിൽ ക്വാർട്ടറിലും സെമിയിലും ഒക്കെ 2 ഫൈനലും കളിച്ച് ഇതുവരെയും കിരീടം നേടാത്ത നെതർലൻഡ്സ് മൊറോക്കോയ്ക്ക് മുമ്പിൽ ഷൂട്ടൗട്ടിൽ വീണു പോകുന്നു. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ തന്ന ചില ടീമുകൾ ക്വാർട്ടർ പോലും എത്താതെ പോകുമ്പം അതിലേറ്റവും സസ്പെൻസായിട്ട് നിലനിൽക്കുന്ന ടീം ഒരു പക്ഷേ സ്വിറ്റ്സർലൻഡ് ആയിരിക്കും. കാരണം ഏകദേശം 1954 ക്വാർട്ടർ കളിച്ചതിന് ശേഷം സ്വിറ്റ്സർലൻഡ് ക്വാർട്ടറിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ആകെ തുക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലാറ്റിൻ അമേരിക്കയുടെ പ്രതീക്ഷയായി അർജന്റീന വീണ്ടും കപ്പടിക്കുമോ? ചാമ്പ്യന്മാർ കപ്പ് നിലനിർത്തിയ ചരിത്രം വളരെ അപൂർവമാണ്. അങ്ങനെ ഒരു അപൂർവ അവസരം അർജന്റീനയ്ക്ക് മുമ്പിൽ ശേഷിക്കുന്നു ഇപ്പോഴും ഈ ക്വാർട്ടർ വരെ. അതല്ല, യൂറോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 6 ടീമുകൾ യൂറോപ്പിൽ നിന്ന് ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. ഒരു യൂറോപ്പ് തന്നെ ഇത്തവണ കപ്പടിക്കുമോ? ഇനി അതല്ല, ഒരു ആഫ്രിക്കൻ മൊറോക്കോ സാന്നിധ്യമാവും. ഇതിൽ നിന്ന് നമുക്കിനി ഓരോ ടീം വൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BKയുടെ അഭിപ്രായത്തിൽ ഈ 4 ക്വാർട്ടറുകളിൽ
ഏറ്റവും ആദ്യം നടക്കുന്ന മത്സരം ഫ്രാൻസ് മൊറോക്കോ. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ആരുടെ ഒരു ഫ്രാൻസിൻ്റെ സാധ്യത എത്ര, അതോ മൊറോക്കോ ഒരു അട്ടിമറി ആവർത്തിക്കുമോ? ശരിക്കും പറഞ്ഞാൽ മൊറോക്കോ എന്ന് പറഞ്ഞാൽ ഒരു ആഫ്രിക്കൻ വൻകരയുടെ മുഴുവൻ പ്രതീക്ഷയാണ്. അത് ഒരു പെട്ടെന്ന് പൊട്ടിമുളച്ചില്ല. ഇപ്പം നമുക്ക് പറയാം കേപ്പ് വെർദെ, കൊറാസോ ഒരു അത്ഭുതമാണെന്ന് പറയാം. പക്ഷേ മൊറോക്കോ ശരിക്കും ഒരു അത്ഭുതമല്ല. കഴിഞ്ഞ ലോകകപ്പ് മുതൽ അവർ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ശക്തിയാണ്. യൂറോപ്പിനോട് കിടപിടിക്കുന്ന ശക്തിയാണ്. റാങ്കിങ്ങിൽ അവർ യൂറോപ്യൻ ടീമുകൾക്കൊപ്പം തന്നെ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ലോകകപ്പ് മുതൽ അവരുടെ ഒരു പ്രേരണയിലാണ് ശരിക്കും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ ലോകകപ്പിൽ പറഞ്ഞ 10-ൽ 9 പേരും നോക്കൗട്ടിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ശരിക്കും മൊറോക്കോ കൊടുത്തിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇത്തവണ മൊറോക്കോ കപ്പടിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നൊരു ശരിക്കും നമുക്ക് വേണമെങ്കിൽ അവരുടെ കളികൾ കണ്ടാൽ മനസ്സിലാവും. അത്രയും വളരെ ഗംഭീരമായിട്ടാണ് അവരുടെ എല്ലാ കളികളും. പക്ഷെ അവർക്ക് നേരിടേണ്ടി വരുന്നത് ഫ്രാൻസിനെയാണ്. ഫ്രാൻസിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ലോക ഫുട്ബോളിൽ നമ്മൾ എടുത്താൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോമൻസ് നടത്തുന്ന ഒരു ടീമാണ്. ഈ ദിദിയർ ദശാംസ് വന്നതിന് ശേഷം വളരെ സ്ഥിരതയായ പ്രകടനം പുറത്തെടുക്കുന്നു. ചാമ്പ്യന്മാരായി, അതിനുശേഷം അവർ റണ്ണറപ്പായി, വീണ്ടും ഈ ലോകകപ്പ് എടുത്താൽ തന്നെ തീർത്തും ആധികാരികമായ ഗ്രൂപ്പിലെ ജയങ്ങളെല്ലാം. ഇപ്പം 3-1 സെനഗലിനെ, 3-0 ഫ്രാൻസിനെ, നോർവേക്കെതിരെ 4-1, പിന്നെ സ്വീഡനെതിരെ 3-0. അപ്പോൾ ശരിക്കും ആധികാരികമായിട്ട് ഇങ്ങനെ ആധികാരികമായിട്ട് ജയിച്ചു വന്ന ടീം ശരിക്കും ലോകകപ്പിൽ വേറെ ഇല്ല. അപ്പോൾ ശരിക്കും മൊറോക്കോ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക വാശിയേറിയ ഒരു പോരാട്ടമായിരിക്കും. എനിക്ക് തോന്നുന്നു അതിൽ ഒരു അല്പം മേൽക്കൈ ഒരു പക്ഷേ ഫ്രാൻസ് ഉണ്ടായേക്കാം. കാരണം അവരുടെ ആക്രമണത്തിൻ്റെ ഒരു തീവ്രത കാരണം. BK പറഞ്ഞ ആ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. കാരണം അവരുടെ ഫ്രാൻസിൻ്റെ ഒരു മുന്നേറ്റ നിരയാണ് ശരിക്കും അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതിൽ ഒരു കളി പോലും നമ്മൾ ഈ 8 ടീം എടുത്താൽ പോലെ ഫ്രാൻസിന് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ആ മുന്നേറ്റ നിരയാണ്. കാരണം ഡെമ്പലെ ആയാലും എംബാപ്പെ ഈ പറയുന്ന പോലെ 7 ഗോളുമായി 6 ഗോൾഡൻ ബൂട്ട് അടിക്കും എന്ന് പറഞ്ഞാൽ അത്രയും തീപാർന്ന ഫോമിൽ നിൽക്കുന്നു. പക്ഷെ BK പറഞ്ഞതിൽ എനിക്ക് ഒരു അട്ടിമറി സാധ്യത ഞാൻ മൊറോക്കോയിൽ കാണുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിനെ സംബന്ധിച്ച് ഫ്രാൻസ് ആദ്യത്തെ ഗ്രൂപ്പ് ഘട്ടം മുതലെല്ലാം വളരെ മനോഹരമായി കളിച്ചപ്പോൾ അവർ ആകെ ടെസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാരഗ്വേക്കെതിരെ കളിച്ചപ്പോഴാണ്. അത്രയും നേരം ആ ടീം ഏകദേശം രണ്ടാം പകുതിയുടെ അവസാന ഘട്ടം വരെ ഫ്രാൻസിനെ ഞെരുക്കി നിർത്തി ഗോൾ വഴങ്ങാൻ നിന്നു പാരഗ്വേ എന്നുള്ളതാണ്. അതൊരു ജർമ്മനി അട്ടിമറിച്ച് വന്നൊരു വരവായിരുന്നു. അന്ന് പെനാൽറ്റിയിൽ എംബാപ്പയുടെ ഒരു പെനാൽറ്റിയിലാണ് അവർ കഷ്ടിച്ച് ജയിക്കുന്നത്. ആ ടെസ്റ്റ് ചെയ്യപ്പെട്ടൊരു ഘട്ടം ഫ്രാൻസ് അവിടെയാണ്. മറുവശത്ത് നമ്മൾ മൊറോക്കോ എടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ബ്രസീലിനോട് സമനിലയിൽ തുടങ്ങുകയാണ്. നെതർലൻഡ്സിനെ തൊട്ടടുത്ത റൗണ്ടിൽ കളയുന്നു. അങ്ങനെ 2 വേൾഡ് ക്ലാസ് ടീമുകളോട് മത്സരിച്ച് ജയിച്ച് അല്ലെങ്കിൽ അവരോട് ടൈയെ പിടിച്ച് അത്രയും വാശിയേറിയ പോരാട്ടം കഴിഞ്ഞാണ് മൊറോക്കോ ഇങ്ങോട്ട് വരുന്നത്. കഴിഞ്ഞ ലോകകപ്പിലെ അട്ടിമറി വീരന്മാരായി സെമി വരെ വന്നതാണ്. വഴിയിൽ എല്ലാവരെയും മൊറോക്കോ ഈ സെമിയുടെ തനിയാവർത്തനമാണ് അതാണ് ഈ സെമി. കാരണം കഴിഞ്ഞ 2022 സെമിയിൽ ഇതേ ഫ്രാൻസാണ് അന്ന് മൊറോക്കോയുടെ സ്വപ്നങ്ങൾ തല്ലി തകർക്കുന്നത്. ഈ ആകെ മൊറോക്കോയുടെ ഈ ക്വാർട്ടറിലേക്ക് എത്തുമ്പം അവരെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഒരു പക്ഷേ അവിടെ ഫോർവേഡായ സൈബാരിയുടെ ഒരു പരിക്കാണ്. സൈബാരി കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെയും ഉറപ്പല്ല. അങ്ങനെ ഒരു പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. മറുവശത്ത് ഫ്രാൻസിനെ സംബന്ധിച്ച് അവരുടെ ഫോർവേഡാണ് അവരുടെ ഏറ്റവും വലിയ അസറ്റ്. പക്ഷേ അവർ വേണമെങ്കിൽ ഗോൾ വഴങ്ങാൻ സാധ്യത ഉള്ള ഒരു ടീം കൂടാണ്. ഈ മൊറോക്കോയും അതുപോലെ ഈ നെതർലൻഡ്സിനെയും ബ്രസീലിനെയും എല്ലാം ടൈറ്റായിട്ട് പിടിച്ചൊരു ടീം. അവരുടെ ഡിഫൻസ് നല്ലതാണ്. അപ്പോൾ ഒരു വശത്ത് നല്ലൊരു അറ്റാക്കിംഗ് ടീമും നല്ലൊരു ഡിഫൻസും ഉള്ള ടീമില്ല. നല്ല തീവാറും പോരാട്ടം ഫ്രാൻസ് മൊറോക്കോ കളി നമുക്ക് പ്രതീക്ഷിക്കാം. മൊറോക്കോൻ്റെ ഒരു കൗണ്ടർ അറ്റാക്ക് വളരെ അപകടകരമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഫ്രാൻസിൻ്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സ്ട്രൈക്കിംഗ് ജോഡി വേറെ ആർക്കും ഇല്ല. കാരണം അപാര ഫോമിലാണ് എംബാപ്പെ, പിന്നെ ഡെമ്പലെ ആണെങ്കിലും ഫോമിലാണ്. 7 ഗോൾ എംബാപ്പെ അടിച്ചു, 4 ഗോൾ ഡെമ്പലെ ഉണ്ട്. ഇവർ തമ്മിൽ തന്നെ ഒരു മത്സരമുണ്ട് ഗോൾഡൻ ബൂട്ടിന്. പിന്നെ ഒലീസയുടെ ഒരു സാന്നിധ്യം വളരെ പ്രധാനമാണ്. കാരണം കഴിഞ്ഞ കളികളിലൊക്കെ ശരിക്കും നമ്മൾ കയ്യടി കൊടുക്കുന്ന മുഴുവനും എംബാപ്പയ്ക്കും ഡെമ്പലേക്കും ആണെങ്കിലും അവരുടെ ഒരു ജീവനാടി, അവരുടെ പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒലീസയാണ്. ഒലീസ നടത്തുന്ന മുന്നേറ്റങ്ങളാണ് അവർക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നത്. ഈ ആളുകളെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എത്രമാത്രം മൊറോക്കോയ്ക്ക് കൗണ്ടർ അറ്റാക്ക് നടത്താൻ സാധിക്കും. മനു പറഞ്ഞ ഒരു സൈബേരിയയുടെ ഒരു പരിക്ക് അവർക്കൊരു ആശങ്കയാണ്. ശരിക്കും അവരുടെ ഈ ആക്രമണത്തിന് മുഴുവൻ കുന്തമന് സൈബേരിയ. പക്ഷേ സ്ട്രൈക്കറായിട്ട് സൈബരി ആക്രമിച്ചിട്ടില്ലെങ്കിലും അവർക്ക് ബ്രഹീം ഡയസ് ഉണ്ട്, പിന്നെ അഷ്റഫ് ഹക്കീമി ഉണ്ട്, പിന്നെ കാനഡയ്ക്കെതിരെ ഇരട്ട ഗോൾ നേടിയ മൗനാഹി ഉണ്ട്, പിന്നെ 98-ാം മിനിറ്റിലാണ് റഹീമി ഗോൾ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഗോൾ വേട്ടക്കാർ അവർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ നേടുന്നത് മുഴുവനും കൗണ്ടർ അറ്റാക്കിലാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു ഈജിപ്റ്റും അർജൻറ്റീനയും തമ്മിലുള്ള മത്സരം. ഈ കൗണ്ടർ അറ്റാക്കിൽ ശരിക്കും അർജൻറ്റീന താറുമാറായി പോകുന്നത് നമ്മൾ കണ്ടു. ഭാഗ്യം കൊണ്ടാണ് അവർ ശരിക്കും രക്ഷപ്പെട്ടു പോയത്. അതേ അനുഭവം ഫ്രാൻസിനുണ്ട്. പാരഗ്വേക്കെതിരെ കണ്ടു. പാരഗ്വേ ജർമ്മനിയെ തോൽപ്പിച്ച് വളരെ ആത്മവിശ്വാസത്തിലാണ് വന്നത്. അവരുടെ കൗണ്ടറിൽ ശരിക്കും അവർ ആടി ഒലയുന്നുണ്ടായിരുന്നു ഫ്രാൻസ്. ആ ഒരു അപകടം എപ്പോഴും മുന്നിലുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഡെമ്പലെ, എംബാപ്പെ, ഒലീസെ കൂട്ടുകെട്ടിൽ ഒരു അല്പം ഒരു ചെറിയൊരു മേൽക്കൈ ഫ്രാൻസിനുണ്ടെന്ന് തോന്നുന്നു.
കാരണം അവർ താഴേക്ക് വന്നില്ല. അവരുടെ പ്രകടനം ഈ ലോകകപ്പിലല്ല, കാരണം കുറേ കാലങ്ങളായിട്ട് അവർ ഒരേ സ്ഥിരമായിട്ടുള്ളൊരു പ്രകടനം അവർ കാഴ്ചവെക്കുന്നത്. കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ ലോകകപ്പിൽ ഒരു 20 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 4 ലോകകപ്പിലും മിനിമം ക്വാർട്ടർ കളിച്ചിട്ടുള്ള ഒരൊറ്റ ടീം ഫ്രാൻസ് മാത്രമേ ഉള്ളൂ. 2 ഫൈനൽ കളിച്ചു, 1 കപ്പടിച്ചു, 1 അർജന്റീനയോട് തോറ്റു. അപ്പോൾ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ടീമാണ്. അവരുടെ എന്താ പറയുക, സീനിയർ പ്ലേയേഴ്സിനൊപ്പം തന്നെ അതിലും പെർഫോം ചെയ്യാവുന്ന ഒരു പുതിയ നിരയും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ആ ഒരു എന്താ പറയുക, കമ്പയർ ചെയ്യുമ്പോൾ ഒരു എഡ്ജ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പം കണ്ടില്ലേ, ഈജിപ്തോ അല്ലെങ്കിൽ കേപ്പ് വെർദെയോ അല്ലെങ്കിൽ പാരഗ്വയോ ആരെയും ഭയക്കുന്ന ഒരു സിറ്റുവേഷനല്ലോ ക്വാർട്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഒരു ആ ദിവസത്തെ ഒരു പ്രഷർ ഹാൻഡ്ലിങ്ങിലാണ് ശരിക്കും നിർണ്ണയിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഒരു ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലാണ് മൊറോക്കോ. കാരണം മൊറോക്കോയ്ക്ക് നഷ്ടപ്പെടാനില്ല, ഒന്നുമില്ല. നഷ്ടപ്പെടാനുണ്ടെങ്കിൽ അത് ഫ്രാൻസിനാണ്. പക്ഷെ തോന്നുന്നു ഇത് എന്തായാലും ഒരു നല്ലൊരു മത്സരം, നല്ല ആവശ്യമുള്ള മത്സരമായിരിക്കും. അടുത്ത മത്സരം എടുത്താൽ ഇതിലും അപ്പുറമാണ്. കാരണം സ്പെയിനും ബെൽജിയവുമാണ് രണ്ടാമത്തെ ക്വാർട്ടർ. നമ്മൾ ഫ്രാൻസിന്റെ ഒരു യൂത്ത്ഫുൾ ടീം എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വലിയ സ്റ്റാർസ് ഇല്ലെങ്കിലും ഒരു യൂത്ത്ഫുൾ ടീമാണ് സ്പെയിനും. പക്ഷെ സ്പെയിനിന് നേരിട്ടൊരു ചെറിയൊരു പ്രശ്നം, ആദ്യ മത്സരത്തിൽ അവർ കേപ്പ് വെർദെയോട് സമനില വഴങ്ങേണ്ടി വന്ന വലിയൊരു ക്ഷീണമായി. പക്ഷെ അവരതിൻ്റെ അന്ന് തിരിച്ചു വന്നു. പക്ഷേ ഇപ്പം അവർ നേരിടുന്നത് റെഡ് ഡെവിൾസ് ബെൽജിയത്തെയാണ്. ബെൽജിയം വലിയ മത്സരങ്ങൾ, സെമിയൊക്കെ കളിച്ച് വലിയ മത്സരങ്ങൾ കളിച്ചവരാണ്. ഇതിലെങ്ങനെ സ്പെയിനല്ലേ ശരിക്കും ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവേണ്ടത്? ഞാൻ അതിന് എന്താ പറയുക, ആ 2 ടീമും യൂറോപ്യൻ എന്താ പറയുക ലെവലിലുള്ള ഏറ്റവും നല്ല 2 ടീമുകളിലൊന്നാണ്. എനിക്കതിനകത്തൊരു ഏറ്റവും വലിയ കൗതുകമായിട്ട് തോന്നുന്നത് വെച്ചാൽ 2008 യൂറോ സ്പെയിൻ അടിക്കുന്നു, 2010 അവർ വേൾഡ് കപ്പ് അടിക്കുന്നു, 2024 അവർ യൂറോ അടിച്ചിട്ടുണ്ട്, 2025 അല്ല 26 അവരുടെ വേൾഡ് കപ്പ് ആണോ എന്ന് പറയുന്നൊരു കൗതുകം. കാരണം യൂറോ അടിച്ച് തൊട്ട് പിന്നാലെ വേൾഡ് കപ്പ് നേടിയൊരു ചരിത്രമുണ്ട്. അങ്ങനെ ആവർത്തിക്കണം എന്ന് നിയമമൊന്നുമില്ല. പക്ഷേ BK പറഞ്ഞെടുത്ത് തന്നെയുണ്ട്, ഈ വേൾഡ് കപ്പിൽ ഇതുവരെയും ഒരൊറ്റ ഗോള് വഴങ്ങാതെ ഇത്രയും ഈ പ്രീ ക്വാർട്ടർ കടന്നു വന്ന ഒരൊറ്റ ടീമില്ല. റെക്കോർഡാണ് ആ ഒരു. കാരണം സ്വന്തം പോസ്റ്റിൽ ഇതുവരെ ഒരു ഗോള് കയറാൻ എതിരാളികളെ അനുവദിക്കാതിരി എന്ന് ആ രീതി നോക്കുമ്പോൾ മറ്റു പല ടീമുകൾ എടുത്ത് നോക്കുമ്പോൾ അത്രയും വലിയ ഡിഫെൻസീവ് ടീമൊന്നുമല്ല. പക്ഷെ അവിടെ കുബരാസിയൊക്കെ ശരിക്കും ചെറുപ്പക്കാരാണ്, ഗംഭീരമായ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഫോമിലാണ്. പക്ഷേ സ്പെയിനെ സംബന്ധിച്ച് അവർ എഡ്ജ് എന്ന് പറയുന്നതിൽ അവർക്ക് ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിങ്ങിൽ നിക്കോ വില്യംസ് പരിക്ക് കാരണം ഇതുവരെ കളിക്കാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു പേസ് അറ്റാക്ക് നമ്മൾ യൂറോയിലൊക്കെ കണ്ട ഒരു വശത്ത് യമാലും മറുവശത്ത് നിക്കോ വില്യംസും കൊണ്ടാകുന്ന ഒരു അറ്റാക്ക്, ആ ഒരു ഫോർമേഷൻ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഈ പറയുന്ന പോലെ ഫെറാൻ ടോറസോ അല്ലെങ്കിൽ മൊറീനിയോ എപ്പോഴാണ് ഗോൾ അടിക്കാന്ന് പറയാതെ ആദ്യത്തെ കളിയിൽ എന്താ പറയാ പന്ത് കിട്ടാതെ അലയുന്ന അരമണിക്കൂർ പന്ത് കിട്ടാതിരുന്ന ആളല്ലേ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ഗോൾ അടിച്ചിട്ടില്ലേ നല്ല ഫോമിലാണ് തെളി. ഇപ്പൊ ശരിക്കും യമാലിൽ അല്ല, ഈ ഗോൾ അടിക്കുന്ന കാര്യത്തിൽ ഒയർസബാലാണ് അവരുടെ ഏറ്റവും വലിയ ആശ്രയം. അതെ, ആ രീതിയിലേക്ക് അവിടെ വന്നു. ബെൽജിയമോ, നമ്മൾ ബെൽജിയത്തിൻ്റെ എടുക്കുമ്പോൾ കഴിഞ്ഞ തവണ അവർ പ്രാഥമിക റൗണ്ടിൽ പുറത്തായി പോയി. പക്ഷേ കഴിഞ്ഞ ഒരു 3-4 വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പർ ടീമുകളിൽ ഒരാൾ ബെൽജിയമാണ്. കാരണം ബെൽജിയത്തിൻ്റെ സുവർണ്ണ തലമുറയിൽ നമുക്കറിയാം, അന്ന് ഫിഫയുടെ റാങ്കിങ്ങിൽ നമ്പർ 1 ആയിരുന്ന ടീമാണ്. എല്ലാ കാലത്തും ശരിക്കും വേൾഡ് കപ്പ് എന്തുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന എന്തായിരുന്നു ആ ടീം? കമ്പനിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഡിഫൻസ്, അല്ലെങ്കിൽ ഹസാഡ്, അതുപോലെ ലുക്കാക്കു, ഡിബ്രെയിൻ. ഇപ്പോഴും അവരുടെ ആശ്രയം ഡിബ്രെയിനും ലുക്കാക്കു തന്നെയാണ്. ലുക്കാക്കു പക്ഷേ ലുക്കാക്കു ഈ സീരീസ് വേൾഡ് കപ്പിലെ കളികൾ നമ്മൾ എടുത്ത് നോക്കൂ, ഏറ്റവും എഫക്റ്റീവ് ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയിട്ട് ക്രൂഷ്യൽ ഗോളുകളെല്ലാം ലുക്കാക്കു നേടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. തുടക്കത്തിൽ ആകെ മന്ദീഭവിച്ച് ഞെരുങ്ങി 2 സമനിലയുമായി കുരുങ്ങി അവിടുന്ന് ബെൽജിയം അപ്രതീക്ഷിത ഒറ്റ കളി കൊണ്ട് ആ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായി. പെട്ടെന്ന് അവരുടെ ഒരു കളി അങ്ങ് മാറി. ശരിക്കും രണ്ടാം പകുതിയിൽ ഒരു ആയുധമാണ് ലുക്കാക്കു. അതെ, ആ രീതിയിൽ ബെൽജിയം ശരിക്കും തുടക്കത്തിലുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ടീം എന്നുള്ള നിലയ്ക്ക് നന്നായി മുന്നേറാൻ സാധിച്ചു എന്നുള്ളതാണ്. അവിടെ ഈ സ്പെയിന് ഒരു വസ്തി ബെൽജിയം പോലെ ഫിസിക്കൽ വളരെ സ്ട്രോങ് ആയ ഒരു ടീമാണ്. അതെങ്ങനെ അവർക്ക് അവിടെ ഈ കഴിഞ്ഞ ദിവസം കേപ്പ് വെർദെക്കെതിരെ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ പോർച്ചുഗലിൻ്റെ ഒരു ഡിഫൻസ് ഭേദിക്കാനായിട്ട് ഈ പറയുന്ന ഇഞ്ചുറി ടൈം വരെ സ്പെയിന് കഴിഞ്ഞില്ല. അങ്ങനത്തെ ഒരു ഡിഫൻസ് ഉള്ള ഒരു ബെൽജിയത്തിനോട് സ്പെയിൻ എങ്ങനെ കടന്നു കയറാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിരിക്കും. അവിടെ ഫുൾ ബാക്കുകൾ ശരിക്കും ഭയങ്കര കെട്ടുറപ്പുള്ള ഫുൾ ബാക്കാണ്. അതിന് ഈ യമാലിനൊക്കെ എത്രമാത്രം ഭേദിക്കാൻ സാധിക്കുമെന്നുള്ളത്. പിന്നെ ഒയർസബാനിൻ്റെ ഒരു പ്രശ്നം നമ്മൾ പറഞ്ഞത്, സ്കോർ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കളിയിൽ സ്കോർ ചെയ്താൽ അടുത്ത കളിയിൽ മങ്ങി പോകുന്നു. അതൊരു അവർക്ക് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നിക്കോ വില്യംസിനെ ഇനി ഇറക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല. നിക്കോ വില്യംസ് ഇറങ്ങിയാൽ ഒരു പക്ഷേ ആ ബാലൻസിങ് കറക്റ്റ് ആവുമായിരിക്കും. പക്ഷെ അവരുടെ മെയിൻ അറ്റാക്ക് മാത്രമല്ല, റോഡ്രി പെഡ്രി സഖ്യം മിഡ്ഫീൽഡാണ് അവരുടെ എഞ്ചിൻ അവിടെയാണ് ശരിക്കും. വളരെ ഭാവനയോടുകൂടി നീക്കങ്ങൾ മെനയുന്നവരാണ്. അതും ഈ പിന്നെ ആക്രമണ സ്ട്രൈക്കർമാരായിട്ടൊരു കോമ്പിനേഷൻ കറക്റ്റായ ചിലപ്പം സ്പെയിനിന് മേൽക്കേ ഇല്ലേ ഇതിൽ. അല്ല, സ്പെയിൻ എപ്പോഴും നമ്മൾ ലോകകപ്പിൽ 2010 കപ്പടിച്ചപ്പോഴും BK ഇപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അന്ന് ഈ മിഡ്ഫീൽഡ് ജനറലായിട്ട് സാവിയും ഇനിയസ്റ്റയും നിൽക്കുന്ന ഒരു കാലമാണ്. കാരണം ആ കളി മെനഞ്ഞെടുക്കുന്നതിൽ സ്ട്രൈക്കർ എന്നല്ല, ആ മെനഞ്ഞെടുക്കുന്ന ആ മിഡ്ഫീൽഡിൽ ഇവർ കളി പിടിച്ചത് നമുക്കന്നറിയാം. ടിക്കിട്ടാക്ക ശൈലി തന്നെ ഉണ്ടാക്കി ടീമുകൾ ഇങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് കാലിൽ നിന്ന് പന്തൊന്ന് കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു ടീമുകളെ നമ്മൾ കണ്ടറിയാലോ. ആ ശൈലി തന്നെ മാറി. ഇപ്പം
അത് കഴിഞ്ഞുള്ള ഒരു തകർച്ചയിൽ നിന്ന് സ്പെയിൻ തിരിച്ചു വരുന്നൊരു കാലമാണ്. അപ്പോൾ ഈ യൂറോ അടിച്ചെടുത്ത് മുതൽ ഈ ടീം താരതമ്യേന ഏറ്റവും ചെറുപ്പക്കാരുടെ ഏറ്റവും യുവനിര, എന്താ പറയുക, ക്ലബ്ബുകളിൽ ഏറ്റവും സ്റ്റാർ സ്ട്രൈക്കേഴ്സായിട്ട് നിൽക്കുന്ന എല്ലാം കൂടെ ആ ഒരു ഫോർമേഷൻ ഉള്ള ഒറ്റ കളിക്കാരൻ പോലും ഇല്ല ബാഴ്സ ടീമിൻ്റെ ഫോർമേഷനിൽ തന്നെ കളിക്കുന്നു എന്ന് വേണമെങ്കിൽ നമ്മൾ പറയേണ്ടി വരും. സ്പെയിൻ ഒരു എഡ്ജ് ഉണ്ട്. പക്ഷേ ഈ ബെൽജിയത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് വെച്ചാൽ അവർ ആ തുടക്കത്തിലുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ വേൾഡ് കപ്പ് എടുത്ത് നോക്കി ആദ്യം സൗദിയോട് തോറ്റു തുടങ്ങിയ അർജന്റീന എത്ര ശക്തമായ ഒത്തിണക്കത്തോടെ അവർ പിന്നീട് കളിച്ചു കയറുന്നു. ബെൽജിയം ഇതുപോലെ തുടക്കത്തിൽ അവർ ഇച്ചിരി എന്താ പറയുക, ഡിഫൻസിലായാലും അറ്റാക്കിലൊക്കെ ആയാലും അവർക്ക് ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ വളരെ മികച്ച രീതിക്ക് മുന്നോട്ട് കയറി. നല്ല മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ഈ പറയുന്ന പോലെ BK പറഞ്ഞ ആ ഒരു സ്പെയിൻ ഒരു എഡ്ജ് എന്ന് പറയുന്നത് വേണം യോജിക്കാം എന്ന് തോന്നുന്നു. പിന്നെ രസകരമായ ഒരു ചരിത്ര പ്രാധാന്യമുള്ളൊരു പോരാട്ടത്തിലൂടെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു ക്വാർട്ടറിൽ. നോർവേ ഇംഗ്ലണ്ട്. ശരിക്കും നോർവേ ഇംഗ്ലണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥം ഉണ്ടോ എന്നറിയില്ല. കെയ്ൻ ഹാലൻഡ്, ശരിക്കും അതായിരിക്കും ആ പോരാട്ടത്തിൻ്റെ ഒരു ഹൈലൈറ്റ്. നമ്മൾ കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ ഹാലൻഡാണ്. ഹാലൻഡിൻ്റെ നടത്തം, ആംഗ്യങ്ങൾ, ചേഷ്ടകൾ, ഭക്ഷണം, ഉറക്കം എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കാം. എന്തായാലും ഹാലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വജ്രായുധമാണ്. ഇപ്പോഴത്തെ കെയ്നും അതേപോലെ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും നല്ല സ്ട്രൈക്കർമാർ ഒരാളെടുത്താൽ, ഏറ്റവും നല്ല ക്യാപ്റ്റന്മാർ ഒരെടുത്താൽ ശരിക്കും കെയ്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കെയ്ൻ്റെ ശബ്ദം പോലും പോയിരിക്കുന്ന ഈ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിന് ശേഷം. കഴിഞ്ഞ ദിവസം കെയ്ൻ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ശബ്ദം തിരിച്ചു കിട്ടിയെന്നാണ്. അപ്പോൾ ആ ശബ്ദം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇത് ആക്രോശിച്ചു അങ്ങനെ പൊരുതിയിട്ടോ, പിറകോട്ട് ഇറങ്ങുന്നു, കയറുന്നു, അങ്ങനെ ഓൾറൗണ്ട് ആയിട്ട് കളിച്ചിട്ടാണ്. എന്തായാലും ഈ പോരാട്ടം എങ്ങനെ ഉണ്ടാവും? നോർവേ ഇംഗ്ലണ്ട് ക്ലാസിക് പോരാട്ടം തന്നെ ആയിരിക്കും, ഒരു തർക്കമില്ല. ഒരു വശത്ത് BK പറഞ്ഞതിൻ്റെ അവിടെ നോർവേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർവേ ഹാളണ്ടാണ്. ഹാളണ്ട് മൈനസ് എന്നെടുത്തു കഴിഞ്ഞാൽ നോർവേക്ക് എത്രത്തോളം വരാം എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് സിറ്റുവേഷൻ അതല്ല. ഇംഗ്ലണ്ടിന് ഹാരി കെയ്ൻ മാത്രമല്ല, ബെല്ലിംഗാം ആയിക്കോട്ടെ, ആരായാലും സാക്കെ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാം അവരുടെ ഈ പറയുന്ന പോലെ ഡിഫൻസ് മുതൽ ഫോർവേഡ് വരെ എല്ലാം പ്രീമിയർ ലീഗിൽ ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ അത്രയും തീവാർന്ന എന്താ പറയുക പ്രകടനങ്ങൾ കാഴ്ചവെച്ച പ്ലേയേഴ്സിൻ്റെ ഒരു സമ്മേളനമാണ്. മറുവശത്ത് നോർവേ എന്ന് പറയുന്നത് ഈ ഹാളണ്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നോർവേ നമ്മൾ ഈ ഘട്ടം വരെ കാണുന്നതെന്ന് തന്നെ. കാരണം ഒറ്റയ്ക്കൊരു ടീമിനെ ബിൽഡ് ചെയ്ത് ഒരു വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ വരെ എത്തിച്ച ഒരു പ്രതിഭയാണ്. കാരണം അങ്ങനെ ലോക ഫുട്ബോളിൽ തന്നെ വളരെ അപൂർവം. ഒരുപക്ഷെ ബൾഗേറിയയുടെ സ്റ്റോയ്ക്കോവോ അല്ലെങ്കിൽ പണ്ട് പോർച്ചുഗലിൽ യൂസേബിയോ നയിച്ചു വന്നതോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഗാരത്ത് ബെയ്ൽ ഉണ്ടായതുകൊണ്ടാണ് വെയിൽസ് ഒരു വേൾഡ് കപ്പ് ഒക്കെ കളിക്കുന്നത് തന്നെ. അന്ന് പറയുന്ന പോലെ നോർവേ ഈ സമീപകാലത്തുണ്ടായിരുന്നതിൽ ഈ പറഞ്ഞ പോലെ നോർവേയുടെ ഒരു നിരയിൽ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിരയുണ്ട്. ഹാളണ്ട് ഏത് സാഹചര്യത്തിലും മറ്റേതൊരു പ്ലെയറും ഒരു 50% പോലും ചാൻസ് ഇല്ല എന്ന് കാണുന്നിടത്ത് ഒരു ഫുൾ ഫോഴ്സായിട്ട് ഗോൾ അടിക്കാൻ കഴിയുന്ന ആൻസലോട്ടി പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് അതിനകത്ത്. അതായത് എല്ലാ പന്തിൻ്റെയും പുറകെ ഹാളണ്ട് ഓടാറില്ല, അല്ലെങ്കിൽ ഡിഫൻഡർമാരുമായിട്ട് എപ്പോഴും പോയി മൽപ്പിടുത്തത്തിലൂടെ പന്തിന് വേണ്ടി ശ്രമിക്കാറില്ല. ഈ 90 മിനിറ്റ് നമ്മളെല്ലാം നോക്കുന്ന പോലെയല്ല. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ തനിക്ക് ചുറ്റും കാവലാളായിട്ട് നിൽക്കുന്ന ആ പ്രതിരോധ നിരക്കാരന് ഒന്ന് സ്ഥാനം ചുറ്റുമോ ഒരു ഏകാഗ്രത നഷ്ടപ്പെടുന്ന ഒരൊറ്റ സെക്കൻഡ് മതി ഹാളണ്ട് ഗോൾ അടിച്ച് കളി. ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ ആദ്യ പകുതിയിൽ ഹാലൻഡ് ചിത്രത്തിലേ ഇല്ല, വളരെ 1-2 തവണയെ പന്ത് കിട്ടിയുള്ളൂ. പക്ഷേ രണ്ടാം പകുതിയിൽ കിട്ടിയ സമയത്ത് എന്ത് സംഭവിച്ചു? അതാണ് ആകെ അവസ്ഥ. ഈ മനുഷ്യൻ ഇത്രയും നേരം ഗ്രൗണ്ടിൽ കളിച്ചിട്ട് എങ്ങനെ ഇത്ര ഊർജ്ജത്തോടുകൂടി ആ ഹെഡർ എന്ന് പറയുന്നത് തന്നെ ഒന്ന് ആലോചിച്ചാൽ ഒരു ഏകദേശം ഒരു 78 മിനിറ്റ് കളിച്ചൊരു പ്ലെയർ നിന്ന നിപ്പിൽ ഒരു ഡിഫൻഡർക്ക് ഫ്രണ്ടിൽ ചാടി കയറി ഗോൾ അടിച്ചു കളഞ്ഞു. ആ ഫിസിക്ക് ഭയങ്കര ആനുകൂല്യം. ഇംഗ്ലണ്ട് നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹൈ ബോളുകളിൽ ഇപ്പം ഡിഫൻഡർ സ്റ്റോൺസ് ഒക്കെ നല്ല ഫോമിലാണ്. പക്ഷേ എങ്ങനെ ഈ ഹാൻഡിനെ പോലത്തെ ഒരു ഫിസിക്കലി പിന്നെ അപ്പർ ഹാൻഡുള്ള കളിക്കാരൻ അവിടെ മെരുക്കും? ഹൈ ബോളുകൾ വന്ന ഒരു രക്ഷയില്ല ഹാൻഡിൻ്റെ അടുത്ത് ചാടി പിന്നെ നേരിടാൻ. പിന്നെ ഫിസിക്കൽ ഗെയിമും കളിക്കാൻ പറ്റില്ല ഹാലൻഡിൻ്റെ അടുത്ത്. ഈ ഡെയിലി 600 കാലോറി കയറ്റുന്ന ഒരു ഹാലൻഡിനെ നിങ്ങൾ എങ്ങനെ പിടിച്ച് കിട്ടും? അതുകൊണ്ട് പിക്ഫോർഡും ശരിക്കും പറഞ്ഞാൽ വെല്ലുവിളി നേരിടാൻ പോകുന്ന ഹാലൻഡിൻ്റെ അടുത്തായിരിക്കും. ഇംഗ്ലണ്ട് നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ പ്രധാന 3 താരങ്ങൾ ഓരോ മഞ്ഞക്കാട് കണ്ട് നിൽക്കുന്നൊരു സാഹചര്യം. അപ്പം ഇത് അടുത്തൊരു കളിയിൽ മഞ്ഞക്കാട് വാങ്ങുന്നൊരു സിറ്റുവേഷൻ വന്നാൽ സെമി മിസ്സാകുന്നൊരു ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട്. മറുവശത്ത് കെയ്ൻ ഈ പറയുന്ന പോലെ ഇംഗ്ലണ്ട് നമ്മൾ മുമ്പേ മൊറോക്കോയുടെ കാര്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ അർജന്റീനയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിൽ 2 കളി പരാജയത്തെ അഭിമുഖീകരിച്ചിടത്തുനിന്ന് അത്യുഗ്രമായി തിരിച്ചു വന്ന് കളി ജയിച്ചു. മെക്സിക്കോയ്ക്കെതിരായിട്ടുള്ള കളി എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രീ ക്വാർട്ടറിലെ ഏറ്റവും എന്താ പറയുക വാശിയേറിയ ഒരു പോരാട്ടം കണ്ട കളിയാണ്. 2 ഗോളിന് മുന്നിൽ നിന്നിട്ട് മെക്സിക്കോ 2 തിരിച്ചടിച്ച് അവസാന നിമിഷത്തിൽ 3ാമതൊരു ഗോൾ നേടിയിട്ട് ചെയ്തു. ആ കെയ്ൻ അവസാനം അടിച്ച ഗോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഗോളാണ്. എനിക്കൊരു ക്യാപ്റ്റൻ എങ്ങനെ കളിക്കണമെന്ന് കെയ്ൻ അന്ന് തെളിയിച്ചു. പിറകോട്ട് ഇറങ്ങുന്നു, അവിടുന്ന് പന്ത് പിടിക്കുന്നു, മുന്നോട്ടെത്തുന്നു, എന്നിട്ട് ഏറ്റവും നിർണായകമായ ഗോൾ. ആ ഗോളെന്ന് പറഞ്ഞാൽ ലോകകപ്പ് ഏറ്റവും മനോഹരമായ ഗോളാണ്. പോസ്റ്റിലേക്ക് നോക്കുക പോലും ചെയ്യാണ്ടിയാണ് ഷോട്ട് തീർക്കുന്നത്. സമ്മതിക്കാതിരിക്കാൻ വയ്യ. അതാ ഇംഗ്ലണ്ടിൻ്റെ വേറൊരു കാര്യങ്ങളുണ്ട്. നമ്മൾ പണ്ട് ഇപ്പോൾ ജെറാഡോ ലാംബാർഡോ
ഒക്കെ കളിച്ചിരുന്ന കാലത്ത് ലിവർപൂളിൻ്റെയോ അല്ലെങ്കിൽ ചെൽസിയുടെയോ ഒക്കെ എല്ലാ പ്ലേയേഴ്സും ആ ടീമിൽ ഇറങ്ങുന്ന 11 പേരെയും തിരിച്ചറിയാത്ത ഒരൊറ്റ ഫുട്ബോൾ ആരാധകർ പോലും ഉണ്ടാകാത്തത്രയും താരസമ്പന്നമായിരുന്നു. എന്നിട്ട് അവർക്ക് ഇന്നും ഒന്നും ആകാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 2 വേൾഡ് കപ്പ് അല്ലെങ്കിൽ 3 വേൾഡ് കപ്പ് എടുക്കുക, യൂറോ എടുക്കുക, കഴിഞ്ഞ യൂറോ ഫൈനൽ വരെ എത്തി, അതിന് മുമ്പത്തെ വേൾഡ് കപ്പ് ക്വാർട്ടറിലെത്തി, അതിന് മുമ്പ് സെമി വരെ എത്തി. അപ്പോൾ ഇംഗ്ലണ്ട് വളരെ കൺസിസ്റ്റൻ്റായിട്ട് കളിച്ചു വന്നൊരു 10 വർഷം കൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു മെയിൻ സ്ട്രീം കളിയിലേക്ക് വരുമ്പം ഒരു പക്ഷേ ഹാളണ്ടിനെ പൂട്ടാൻ കഴിഞ്ഞാൽ, അത് വളരെ ശ്രദ്ധയാണ്, ഹാളണ്ടിനെ പൂട്ടാൻ കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഈ പറയുന്ന പോലെ അവരുടെ ഒരു ജൈത്രയാത്ര ക്വാർട്ടറിൽ അവസാനിപ്പിക്കും. പക്ഷേ അപ്പോഴും ലോകകപ്പിൽ എല്ലാ കാലത്തും നമുക്ക് ഒരു എന്താ പറയുക ഒരു കറുത്ത കുതിരകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ സൗത്ത് കൊറിയ ആയിരിക്കാം, മൊറോക്കോ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാമറൂൺ ആയിരിക്കാം, ഒക്കെ എപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, ബൾഗേറിയ ആയിരിക്കാം. എന്ന് പറയുന്ന പോലെ നമുക്ക് അവശേഷിക്കുന്ന ഒരു അങ്ങനത്തെ ലെവലിൽ ഒരു കളിക്കാരൻ ബ്രസീലിനെ അട്ടിമറിച്ചതോടുകൂടി നോർവേ മാത്രമാണ്. നോർവേ ഈ ഹാളണ്ടിനെ പൂട്ടുന്നതിൽ മാത്രമാണ് ഇംഗ്ലണ്ടിന് ആ കളി കടന്നു കിട്ടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ട ഒരു കാര്യം. പക്ഷേ വൈക്കിംഗ് പാരമ്പര്യമാണ്, പോരാടിയ പാരമ്പര്യമാണ്, ഒറ്റയ്ക്ക് കപ്പൽ ഓടിച്ച് രാജ്യങ്ങൾ കീഴടക്കിയ പാരമ്പര്യമുള്ളവരാണ് നോർവേക്കാരും. അതെത്ര എളുപ്പമാണെന്ന് തോന്നില്ല. ഇംഗ്ലണ്ടിന് മറ്റൊരു മേൽക്കാണ്, ഇപ്പോൾ ഹാരിക്കൻ ഇല്ലെങ്കിലും ബെല്ലിംഗം അപാരമായ ഫോമിലാണ്, സ്കോർ ചെയ്യുന്നുണ്ട്, കളി നിയന്ത്രിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരട്ട എഞ്ചിൻ ശരിക്കും ഇംഗ്ലണ്ടിനുണ്ട്. പക്ഷേ ഈ ഇരട്ട എഞ്ചിൻ്റെ കൂടി ശക്തി സത്യം പറയുകയാണെങ്കിൽ ഈ ഹാലണ്ടിൻ്റെ കാലുകൾക്കുണ്ട്. പിന്നെ നമുക്ക് ഇത്തവണത്തെ ഒരു ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് തോന്നില്ല എവിടെയോ ഇത് ഹാലണ്ടിന് വേണ്ടിയുള്ള ലോകകപ്പാണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോകും. കാരണം ഫുട്ബോൾ അങ്ങനെയാണല്ലോ. അതെ, ഫുട്ബോൾ അങ്ങനെയാണ്. കാരണം നമുക്ക് എപ്പോഴും ഒരു താരം ആവശ്യമായിരുന്നു. ഇപ്പോൾ താരങ്ങളിൽ റൊണാൾഡോ, നെയ്മർ, 2 സൂപ്പർ താരങ്ങൾ കണ്ണീര് വാർത്ത് മോഡ്രിച്ച് നമ്മളോട് യാത്ര പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി താരം ആവശ്യമുണ്ട് ഫുട്ബോളിന്. ശരിക്കും ഈ ക്വാർട്ടർ വരെ എത്തിയ ഘട്ടം കൊണ്ട് തന്നെ ഹാളണ്ട് ആ ഒരു താരോദയത്തിൽ ആളുകൾക്കുള്ളിലേക്ക് ചേക്കേറി കഴിഞ്ഞു. ഹാളണ്ടിന് ഈ പറയുന്ന ഒരൊറ്റ കളി, ഇംഗ്ലണ്ടിനെതിരായ ഒരു കളിയിൽ ഞാൻ ഇപ്പോഴും പറയാം, ഹാളണ്ട് ഉണ്ടാക്കുന്ന ഒരു എഡ്ജ് ഈ വേൾഡ് കപ്പിൽ ഹാളണ്ട് 4 കളി കളിച്ചുള്ളൂ. ബാക്കി മെസ്സി, എംബാപ്പെ എല്ലാവരും 5 കളികൾ കളിച്ചു. 5 കളിയിൽ നിന്ന് മെസ്സി ഇപ്പോൾ 8 ഗോളായി. ഹാളണ്ടും എംബാപ്പയും 7 ഗോളുകൾ വീതമാണ്. ഒരു ഗോൾഡൻ ബൂട്ടിന് വേണ്ടി ഒരു മത്സരം നടക്കുന്നത്. ഹാരി കെയ്ൻ 6 ഗോളുണ്ട്. ഒറ്റ കളിയേ ഉള്ളൂ ഹാളണ്ട് ഈ വേൾഡ് കപ്പിൽ കളിക്കാതിരുന്നത്. ഫ്രാൻസിനെതിരായ അവസാന മത്സരമായിരുന്നു. ബെഞ്ചിലിരുന്ന 10 പേര് പകരക്കാരായിട്ട് ഇറങ്ങി കളിച്ചു, ഗംഭീരമായി തോറ്റു. കളിച്ച എല്ലാ കളിയിലും നോർവേ ജയിച്ചു. കളിച്ച എല്ലാ കളിയിലും ഹാളണ്ട് ഗോൾ കളിച്ചു. അതാണ് കളിച്ച കളിയേക്കാൾ കൂടുതൽ അടിച്ച ഗോളുകളാണ് ഹാലണ്ടിന്. അതെ, കളിച്ച കളിയേക്കാൾ കൂടുതൽ ഗോൾ ഹാളണ്ട്. അത് ഹാളണ്ട് ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നോർവേ ജയിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഹാളണ്ടിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാതിരിക്കാൻ ഇംഗ്ലണ്ടിന് കഴിയുമോ ഇല്ലയോ എന്നിടത്ത് ഈ പറയുന്ന ക്വാർട്ടറിൽ ആര് കടക്കും. 90 അല്ലെങ്കിൽ 120 മിനിറ്റും ഇങ്ങനെ കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കണം. ഒന്ന് കണ്ണ് തെറ്റിയാൽ ഹാലണ്ടിന് പന്ത് കിട്ടും, ഹാലണ്ട് ഗോൾ അടിക്കും, സംശയം വേണ്ട. അപ്പോൾ ഹാലണ്ട് വേഴ്സസ് ഇംഗ്ലണ്ട് എന്നുള്ളൊരു കളിയായിരിക്കും ആ ക്വാർട്ടർ. ഇനിയാണ് നമ്മൾ അവസാനത്തെ മത്സരം. എന്ന് വെച്ചാൽ ലോകത്തിലെ ആരാധകർ ഏറ്റവും കൂടുതലുള്ളൊരു ടീമും ഇവർ കാത്തിരിക്കുന്നത് അർജന്റീന, സ്വിറ്റ്സർലാൻഡ്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നു, 2 ഫൈനൽ കഴിഞ്ഞു. ഒന്ന് കേപ്പ് വെർദെ. അർജന്റീനയ്ക്ക് മാത്രമല്ല അർജന്റീന ആരാധകർക്കും ഹൃദയസ്തംഭനം എപ്പം വരും എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. ഒരുപാട് ഹൃദയസ്തംഭനങ്ങൾ, ചെറു ഹൃദയസ്തംഭനങ്ങൾ കടന്നിട്ടാണ് അർജന്റീന ആരാധകർ ഇപ്പം ഈ ക്വാർട്ടറിൽ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈജിപ്തിന് എതിരെയുള്ള കളി കണ്ടു. വിരോചിതമായ തിരിച്ചുവരവാണ്. പക്ഷേ അർജന്റീനയുടെ ദൗർബല്യങ്ങൾ മുഴുവനും വളരെ പ്രകടമായി. ശരിക്കും തോറ്റു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നൊരു സ്ഥലത്ത് നിന്നാണ് ആ കളി തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പം ശരിക്കും ക്ഷീണിച്ചു. 2 ഫൈനൽ കളിച്ച് ക്ഷീണിച്ച അർജന്റീനയാണ് ശരിക്കും സ്വിറ്റ്സർലാൻഡിനെ നേരിടാൻ പോകുന്നത്. സ്വിറ്റ്സർലാൻഡ് ഒരു സർപ്രൈസ് എൻട്രി. ഞാൻ കണക്ക് കൂട്ടിയിരുന്നത് ആ ഫോമിൽ കൊളംബിയ കയറുന്നായിരുന്നു. പക്ഷേ കൊളംബിയ സമനിലയിൽ തളച്ചു, ഷൂട്ടൗട്ടിൽ അവരെ പുറത്താക്കി. അപ്പം അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരത്തിൽ ശരിക്കും അർജന്റീന ഒന്നുകൂടി ഉണരില്ല. അവൻ ഓരോ മത്സരം കഴിയുമ്പോഴും സ്കലോണി അത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എഴുതി തള്ളണ്ട, ഞങ്ങളിങ്ങനെ തിരിച്ചടികൾ അനുഭവിച്ച് തിരിച്ചു വരുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ എങ്ങനെയുണ്ടോ അർജന്റീന ഈ സ്വിറ്റ്സർലാൻഡ് മത്സരം? ബി കെ പറഞ്ഞ പോലെ തന്നെ ആ കളി കണ്ട് ഇത്രയധികം ടെൻഷൻ അടിച്ച മത്സരങ്ങൾ വളരെ അപൂർവമാണ് അർജന്റീനയുടെ. അതിന് 2 വശമുണ്ട്. കഴിഞ്ഞ ലോകകപ്പിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സൗദിയോട് തോറ്റു തുടങ്ങിയിടത്തുനിന്ന് അർജന്റീന കപ്പടിക്കുന്ന വരെയുള്ള ഒരു ജൈത്രയാത്ര നമ്മൾ കണ്ടു. ഈ ലോകകപ്പിലും നമ്മൾ ആദ്യത്തെ ഘട്ടത്തിലൊക്കെ ചർച്ചയ്ക്കിരിക്കുമ്പോൾ കണ്ടു അർജന്റീനയ്ക്ക് ഫൈനൽ വരെയുള്ള അല്ലെങ്കിൽ സെമി വരെയുള്ള റൂട്ട് വളരെ ക്ലിയർ ആയിരുന്നു. ശരിയല്ലേ? കാരണം അങ്ങനെ ഒരു ശക്തരായ എതിരാളികളെ ഒരു ഘട്ടത്തിലും നേരിടേണ്ടതായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എതിരാളികൾ അർജന്റീനയ്ക്ക് മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ശക്തരായ എതിരാളികളായി മാറുന്ന കാഴ്ചയായിരുന്നു. ആ ഗ്രൂപ്പിലെ കളി മുതൽ ഇങ്ങോട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് ഒരു ഫേസിലും ഇപ്പം മൊറോക്കോയ്ക്ക് നെതർലൻഡ്സിനെ നേരിടേണ്ടി വന്ന പോലെയോ അല്ലെങ്കിൽ സ്പെയിന് പോർച്ചുഗലിനെ നേരിടേണ്ടി വരുന്ന പോലെയോ അങ്ങനെ ഒരു ടീമിനും നേരിടേണ്ടാത്ത കടലാസിലെ കരുത്തര് ഒന്നും നേരിടേണ്ടി വന്നില്ല. ആരെയാണ് നമ്മൾ നേരിട്ടെന്ന് ചോദിച്ചാൽ ഒരിടത്ത് കേപ്പ് വെർദെ, അത് കഴിഞ്ഞപ്പം ഈജിപ്ത്. കേപ്പ് വെർദെ എന്ന് പറയുന്നത് ആദ്യമായി ലോകകപ്പ് കളിക്കാൻ വരുന്ന ഒരു ടീം. എന്നിട്ടോ പ്രീ ക്വാർട്ടർ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു കളി പോലും തോൽക്കാതെ ടൈ പിടിച്ച് ഡിഫൻസ് മാത്രം ആയുധമാക്കി കളിച്ച ടീം
ഈ പറയുന്ന അർജന്റീനയെ വിറപ്പിച്ചു എന്നല്ല, അർജന്റീന ഒന്നടിക്കുമ്പോൾ ഒന്ന് തിരിച്ചടിക്കുന്നു, രണ്ടടിക്കുമ്പോൾ രണ്ട് തിരിച്ചടിക്കും. ഇങ്ങനെ കളിച്ചിട്ട് കേപ്പ് വെറുതെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ചു. അവിടുന്ന് ആശ്വാസ ജയവും അല്ലെങ്കിൽ പൊരുതിക്കയറിയുള്ള ജയവും മെസ്സി ആ 2 കളി നമ്മൾ ആലോചിക്കുക. ആ ക്രൂഷ്യൽ മൊമെൻറ്റിൽ മെസ്സിയുടെ സംഭാവന, 2 പെനാൽറ്റി നഷ്ടപ്പെടുത്തിയെന്ന് പറയുമ്പോഴും ഇന്നലെ ബെൽജിയവുമായിട്ടുള്ള കളി, അല്ല ഈജിപ്തുമായിട്ടുള്ള കളി എടുത്ത് നോക്കിയാൽ ഇത് തന്നെ. കാരണം കളി കൈവിട്ട് പോകാവുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തി തുടങ്ങിയിടത്തുനിന്ന് ബ്രസീൽ ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ മത്സരത്തിലാണ് നോർവേയോട് തോൽക്കുന്നത്. അതേ ഒരു ആവർത്തനം കാണുമോ നമ്മൾ വിചാരിച്ചിരുന്നിടത്താണ് ഇതേപോലെ ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയെടുത്തുനിന്ന് 2 ഗോള് വഴങ്ങിയെടുത്തുനിന്ന് 2 അല്ല 3 ഗോള് തിരിച്ചടിക്കും. അത് ഏകദേശം 10-13 മിനിറ്റിനിടയിലാണ് ഈ 3 ഗോള് വീഴും. അതിൽ ആ മെസ്സിയുടെ ആ ക്രൂഷ്യൽ ഗോൾ അവർക്ക് കൊടുത്ത എഡ്ജിൽ നിന്നാണ് 3ാമത്തെ ഗോൾ പോലും പറയുന്നത്. വിവാദങ്ങൾ പലതുണ്ട്, അതിലെ ഫൗളുകൾ, അതുപോലെ ആ വാറിലൂടെ ഒരു ഗോൾ നിഷേധിച്ചതിനെ പറ്റിയും മറുവശത്ത് ഒരു ഗോൾ അനുവദിച്ചതിനെ പറ്റിയൊക്കെ വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നു. ഫുട്ബോളാണ്, എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ മറുവശത്ത് സ്വിറ്റ്സർലൻഡ് എടുത്തു നോക്കിയോ. സ്വിറ്റ്സർലൻഡ് ഏത് കാലത്തും നമ്മൾ കാണുമ്പോൾ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഒരു ഡിഫൻസീവ് ടീമാണ് എല്ലാ കാലത്തും. അവർ ഫുട്ബോൾ കളിക്കുന്നത് തന്നെ അവർ ഗോള് വഴങ്ങില്ല എന്ന് തീരുമാനിച്ചിട്ട് 2010 ഞാൻ ഓർക്കുന്നുണ്ട്, സ്പെയിൻ ഇതേപോലെ സ്വിറ്റ്സർലൻഡിനോട് 1-0 തോറ്റ് തുടങ്ങിയ ഒരു ടീമാണ് എല്ലാ കാലത്തും. 2018 തോന്നുന്നു സ്വിറ്റ്സർലൻഡ് ഇതേപോലെ പ്രീ ക്വാർട്ടറിൽ അർജന്റീനയുമായിട്ടാണ് മത്സരിക്കുന്നത്. അന്ന് 119 മിനിറ്റിൽ ഏഞ്ചൽ ഡി മരിയയുടെ ഗോളിലായിരുന്നു അന്ന് സ്വിറ്റ്സർലൻഡിനെ മറികടന്ന് അർജന്റീന മുന്നോട്ട് പോകുന്നത്. ആലോചിച്ച് നോക്കണം. ആ ഡി മരിയ ഇല്ല, അതിന്റെ ഒരു അഭാവം അർജന്റീനയിലേക്ക് നന്നായിട്ട് നിഴലിക്കുന്നുണ്ട്. കാരണം സ്വിറ്റ്സർലൻഡ് അത്ര ഒരു അർജന്റീന പോലൊരു ടീമിനെ ഫുൾ ടൈമും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിൻ്റെ 1 മിനിറ്റ് മുമ്പ് വരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞ ഒരു ടീമാണ്. അപ്പം ഈ കേപ്പ് വെർദയും ഈജിപ്ത് കുറച്ചുകൂടെ കൗണ്ടറിലായിരുന്നു ഈജിപ്ത് ശ്രദ്ധിച്ചത്. അത് അവർക്ക് ശരിക്കും ഈജിപ്തിൻ്റെ ഒരു കളിശൈലി അനുസരിച്ചിട്ട് അർജന്റീനയ്ക്കെതിരെ അത്രത്തോളം ഡിഫെൻസീവായി കളിച്ചത് ശരിയായിരുന്നു എന്നുള്ള വാദം ഒക്കെ ഒരു വശത്ത് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കേപ്പ് വെർദെ അങ്ങനെ പെർഫെക്റ്റ് ഡിഫൻസാണ്. അവർ ഗോൾ വീണത് കൊണ്ടാണ് അവർ ഗോൾ അടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ സ്വിറ്റ്സർലൻഡ് അങ്ങനെയല്ല. സ്വിറ്റ്സർലൻഡ് ഈ കേപ്പ് വെർദെയ്ക്ക് സമാനമാണ്. ഒരു കാരണവശാലും ഗോൾ വഴങ്ങാതിരിക്കാൻ മാത്രം അത്രത്തോളം ഡിഫൻസ് ശ്രദ്ധിക്കുന്ന ടീം. അവിടെയാണ് ഈ പറയുന്ന പോലെ BK പറഞ്ഞ പോലെ 2 ഫൈനൽ കഴിഞ്ഞ് 3ാമതൊരു ഫൈനൽ ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ഒരു ശരിക്കുള്ള ടെസ്റ്റിംഗ് ഡോസ് തന്നെ അർജന്റീനയ്ക്ക് ഒന്നുകൂടെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് നേരിടും. ഗോൾ കീപ്പർ കോബലൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ആത്മവിശ്വാസത്തിലായിരിക്കും. കാരണം ഷൂട്ടൗട്ടിൽ കൊളംബിയനെ മറികടന്നു. അതേസമയം അർജന്റീനയുടെ ഒരു വലിയ ബലം എന്ന് പറഞ്ഞാൽ ഗോളി എമിലിയാനോ മാർട്ടിനസ് ചെയ്തു. പക്ഷേ കഴിഞ്ഞ ഈജിപ്തിനെതിരെയുള്ള കളിയിൽ ആ ഗോളുകൾ വീഴുമ്പോൾ 2 ഗോൾ വീഴുമ്പോഴും തീർത്തും നിസ്സഹായനായിട്ട് എന്താ ഒരു കാഴ്ചക്കാരൻ മാത്രമായിട്ട് എമിലിയാനോ മാറേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒരു ഗോൾ കീപ്പറുടെ ഒരു എഡ്ജ് ഉണ്ടാവും. പിന്നെ ഗ്രാനിറ്റ് ഷാക്ക മിഡ്ഫീൽഡിൽ അവിടെ പവർ ഹൗസ് ഗ്രാനിറ്റ് ഷാക്കയാണ്. നേരത്തെ തന്നെ തെളിയിച്ചതാണ്. ഇക്കുറി നല്ല ഫോമിലാണ്, ക്യാപ്റ്റനാണ്, അപാര ഫോമിലാണ്. ഈ മിഡ്ഫീൽഡിലും ഒരു വലിയ കളിയായിരിക്കും പിന്നെ അർജന്റീനയും സ്വിറ്റ്സർലൻഡും തമ്മിൽ നടക്കുക. ഇപ്പം എമിലിയാനോയുടെ കാര്യം പറഞ്ഞ പോലെ ആ 2 ഗോളുകളും കാഴ്ചക്കാരാന്ന് പറഞ്ഞ മറുവശത്ത് തന്നെ ഈജിപ്തിൻ്റെ ആ 2 ഷോട്ടും ഗോളിയുടെ കയ്യിൽ തട്ടിയിട്ടാണ് ആ പോസ്റ്റിൽ കയറിയ അർജന്റീനയുടെ. ഷൗബിർ നല്ല ഫോമിലായിരുന്നു. എത്ര ക്ലീൻ സേവുകളായിരുന്നു. അത് മെസ്സി തന്നെ പറഞ്ഞു ഗോൾ കീപ്പറാണ് കുറേ വഴി മുടക്കിയത് ഞങ്ങളുടെ. അപ്പോൾ നല്ല മത്സരം നടക്കും. ഞാൻ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഫുട്ബോൾ പ്രേമി എന്നുള്ള നിലയ്ക്കും ഒക്കെ അർജന്റീന ജയിക്കണം, അർജന്റീന കൂടെ വീഴുന്ന ഒരു ലോകകപ്പ് നമുക്ക് കാണാനേ കഴിയില്ല. കാരണം ബ്രസീൽ പോയി, നെതർലൻഡ്സ് പോയി, ആകെ നമുക്ക് എന്താ പറയുക അർജന്റീനയുടെ ഒരു സാന്നിധ്യം ഇല്ലാതെ മുന്നോട്ട് ആലോചിക്കാൻ പോലും പറ്റില്ല. അർജന്റീനയോട് പോയാൽ ലോകകപ്പും പോയി, ലോകകപ്പോടെ പോയി അങ്ങനെ. പക്ഷേ സ്വിറ്റ്സർലൻഡ് ഈ പറഞ്ഞ പോലെ കേപ്പ് വെർദെയും ഈജിപ്ത് നിർത്തിയെടുത്ത് നിന്നൊരു പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത് ഗോൾ വഴങ്ങാത്തൊരു കളി സ്വിറ്റ്സർലൻഡ് കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചരിത്രം അതാണ്. എന്തായാലും നല്ല ഈ അതിന് അല്ലാത്ത 3 കളികളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ടൈറ്റായിട്ട് ഒരു പക്ഷേ ഗോൾ മാർജിൻ വളരെ കുറവുള്ള ഒരു കളിയായിട്ട് ചിലപ്പം സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ട് വേണമെങ്കിൽ. പിന്നെ അവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലയണൽ മെസ്സിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആദ്യ പകുതിയിലൊന്നും ലയണൽ മെസ്സി ഇല്ല, നിരാശനായിരുന്നു. പെനാൽറ്റി കൂടി പോയതോടുകൂടി ആകെ തകർന്നു പോയി. മെസ്സിയെ നന്നായിട്ട് മാർക്ക് ചെയ്ത് നോക്കണം. മെസ്സിയുടെ കാലിന് പന്ത് ചൂന്നെടുത്തോണ്ട് പോകുന്ന പോലെ പോകുന്നതായിരുന്നു. പക്ഷേ 2ാം പകുതിയിൽ മെസ്സി ആകെ മാറി, വിശ്വരൂപം ശരിക്കും പുറത്തെടുത്തു. മാജിക്കൽ മൊമെന്റ് ഒക്കെ നമ്മൾ കണ്ടു. ഒരൊറ്റ ക്രോസ് പോലെ, ആ ഒരു ക്രോസ് ഒരു ഗോളും അത് മതി. അതാണ് സ്വിറ്റ്സർലാൻഡ് നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം. ലാസ്റ്റ് വേൾഡ് കപ്പാണ്. ബാക്കിയുള്ള 3 പേര് 2 പേര് 7 ഗോളാണ് നിൽക്കുന്നു. 8ാമതൊരു ഗോളുമായിട്ട് ലീഡ് ചെയ്യുന്നു. 21 ഗോളിൻ്റെ ലോകകപ്പ് ഗോളിൻ്റെ സുവർണ്ണ നേട്ടമാണ്. ആ രീതിയിൽ മെസ്സിയെ സംബന്ധിച്ച് മെസ്സിയുടെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ഒരു എന്താ പറയുക ഒരു എക്സ്ട്രാ എഡ്ജ്, ഒരു അഡ്വാൻറ്റേജ് ഉള്ളതാണ് അർജന്റീനയെ ഈ 2 ടീമും തമ്മിൽ വേർതിരിച്ച് നിർത്തുന്ന ഒരു പ്രധാന സംഗതി. പിന്നെ വേറെ പ്രത്യേകത കൂടിയുണ്ട്. ഒരു ചരിത്ര നേട്ടത്തിൻ്റെ വക്കിലാണ് അർജന്റീന. കാരണം ബാക്ക് ടു ബാക്ക് ലോകകപ്പ് നേടിയ 2 ടീമേ ഉള്ളൂ, ബ്രസീലും ഇറ്റലിയും. 54-58 എന്ന് പറഞ്ഞാൽ ബ്രസീലിന് സുവർണ്ണകാലമാണ്. പിന്നെ അതുപോലെ ഇറ്റലിയുടെയും ഏറ്റവും സുവർണ്ണകാലം. അവർ തുടർച്ചയായിട്ട് 30 മത്സരങ്ങൾ തുടർച്ചയായിട്ട് തോൽക്കാണ്ട് നിന്ന ഒരു കാലമായിരുന്നു അത്. അത് കഴിഞ്ഞപ്പോൾ അർജന്റീനയ്ക്ക് അവസരം വന്നിരിക്കാം.
ഇതും കൂടി നേടാൻ സാധിച്ചാൽ മെസ്സിയുടെ കരിയർ ശരിക്കും പൂർണ്ണമായി. നമ്മളിപ്പം ചോദിക്കും മെസ്സിക്ക് ഇനി എന്താണ് നേടാനുള്ളത്, എല്ലാം നേടിക്കഴിഞ്ഞില്ലേ? ഇല്ല, ഈ ബാക്ക് ടു ബാക്ക് ലോകകപ്പ് എന്ന് പറഞ്ഞ സാധനം കൂടെ നേടിക്കഴിഞ്ഞാൽ സമ്പൂർണ്ണ അവതാരമായിട്ട് മെസ്സി മാറും. അതെ, ലെജൻഡ് അതിൻ്റെ പീക്കിൽ അതിന് മേളിൽ ഇനി ഉത്തരവില്ല. നമ്മളിപ്പോൾ പോലും ചർച്ച ചെയ്യുന്നത് എന്താ, റൊണാൾഡോ ആണോ മെസ്സി ആണോ മുന്നിൽ, ആരാണ് കൂടുതൽ ഗോൾ അടിച്ചത്, ആരായിരുന്നു കൂടുതൽ അസിസ്റ്റ് കൊടുത്തത്, അല്ലെ ആരായിരുന്നു ടീമിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത്. പോർച്ചുഗൽ എന്ന് പറയുന്ന ഒരു അത്രയും പ്രശസ്തരല്ലാത്തൊരു ടീമിനെ ഇത്രയും വരെ എത്തിച്ചില്ലേ റൊണാൾഡോ എന്നും. അർജൻറ്റീനയ്ക്ക് മെസ്സിക്ക് ഒരു കപ്പ് കഴിഞ്ഞ വേൾഡ് കപ്പ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു, സച്ചിന് ഒരു വേൾഡ് കപ്പ് ഇല്ല. പക്ഷെ ആ ലെവലിൽ നിന്നൊക്കെ മെസ്സി കഴിഞ്ഞ വേൾഡ് കപ്പിൽ കളിച്ചതിനേക്കാളും അതിലും മികച്ച ഫോമിലാണ് മെസ്സി ഇപ്പോൾ കളിക്കുന്നത്. അതാണ് അർജൻറ്റീനയുടെ ഒരു ഇതിൽ കാണുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ആലോചിക്കുമ്പോൾ ബികെയും ശരിക്കും ആഗ്രഹിക്കുക ഒരു പക്ഷേ ഫ്രാൻസ് അർജൻറ്റീന ഒരു ഫൈനലിലൂടെ നമുക്ക് കണ്ടേക്കാം എന്നുള്ളതാണ്. കാരണം ആ ഫൈനൽ കണ്ടവർക്ക് ആർക്കും ഒരു ലോകകപ്പ് ഫൈനൽ ഇന്ന് വരെയും സമ്മാനിക്കാത്ത അത്രയും വലിയൊരു നിമിഷമായിരുന്നു. ഏതായാലും ക്വാർട്ടർ തീപാറുന്ന മത്സരങ്ങളാണ്. യൂറോപ്പിൽ നിന്നൊരു ടീം ആണോ അതോ ലാറ്റിൻ അമേരിക്കയിൽ നിന്നൊരു ടീമാണോ? ലാറ്റിൻ അമേരിക്കയും ആഫ്രിക്കയ്ക്കും ഓരോരുത്തരേ ഉള്ളൂ. 6 യൂറോപ്യൻ ടീമുകളാണ്. കളി വളരെ രസകരമായി വരുന്ന സമയങ്ങളാണ്. അട്ടിമറികൾ ഏറെ കണ്ടു. ഇനി ആര് വഴി വീണും ആര് മുന്നേറും എന്നൊക്കെ എന്താ പറയുക, ഫുട്ബോൾ ലോകം അത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ. മുന്നിപ്പം പറഞ്ഞ അർജന്റീന ഫ്രാൻസ് വീണ്ടും വരുമോ? ഇതേ ഫ്രാൻസിനെ തന്നെ തോൽപ്പിച്ച് അർജന്റീന വീണ്ടും കപ്പ് നേടും, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് ഫ്രാൻസ് മറുപടി പറയുമോ എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ ശരിക്കും ഉറ്റുനോക്കുന്നൊരു മത്സരം എന്ന് പറഞ്ഞാൽ ഒരു അർജന്റീന ഇംഗ്ലണ്ട് സെമി ആയിരിക്കും. കാരണം കാലത്തിന് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. ഒരു 40 വർഷത്തിന് മുൻപോട്ട് നമ്മൾ റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ ഇംഗ്ലണ്ട് ഏറ്റവും കൂടുതൽ വേദന തിന്ന ഒരു ലോകകപ്പ് സെമിയാണത്. 86 മാറഡോണയുടെ ഹാൻഡ് ഓഫ് ഗോഡ് മാത്രമല്ല, ഗോൾ ഓഫ് ദ സെഞ്ചുറി 2 പിറന്ന് അതിന് 40ാം വാർഷികമാണ്. അതിൽ വീണ്ടും ഇംഗ്ലണ്ടും അർജന്റീനയും മുഖാമുഖം ഒരു സെമിയിൽ വരുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു ചരിത്രത്തിൻ്റെ ഒരു വല്ലാത്തൊരു കൗതുകമുണ്ട്. ഇത് കാലം ആർക്കൊപ്പം നിൽക്കും നമുക്കറിയില്ല. മാറഡോണയുടെ ചതിക്കൊപ്പമാണോ അല്ലെങ്കിൽ ആ കാൽപന്ത് കളിയുടെ സൗന്ദര്യത്തിനൊപ്പമാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഞാനൊട്ട് നോക്കുന്ന ഒരു ഫൈനലല്ല, ആ ഒരു സെമിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ആ അറ്റം വരെയും ചിന്തിക്കുന്നില്ലെങ്കിൽ പോലും ഈ പറയുന്നൊരു ഒരു പുതിയ ലോക ചാമ്പ്യൻ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. 22 ലോകകപ്പുകളിൽ ഇതുവരെ 8 രാജ്യങ്ങളെ കപ്പടിച്ചിട്ടുള്ളൂ. അതും ലാറ്റിൻ അമേരിക്കയും യൂറോപ്പും കൈമാറി വെക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് മെസ്സി ഒരു ബാക്ക് ടു ബാക്ക് കപ്പടിക്കുമോ, അല്ലെങ്കിൽ ഒരു 9ാമൻ അവതരിക്കുമോ?